ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് വർക്കിന് വന്നിട്ടുള്ളത് നെക്സോൺ ഇ വി ആണ്. ഇ വിയുടെ ബേസ് മോഡൽ വണ്ടിയാണ് വർക്കിനുള്ളത്. ഇതിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 360 ഡിഗ്രി ക്യാമറ വയ്ക്കാനുണ്ട്, ഒരു ആൻഡ്രോയിഡ് സിസ്റ്റവും വയ്ക്കാനുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ വയർ കട്ടിങ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പ്രോപ്പറായിട്ടുള്ള ക്യാൻവസ് യൂണിറ്റ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള സ്റ്റിയറിംഗ് കൺട്രോള്, ഓഡിയോയുടെ കൺട്രോൾസ്, അതെല്ലാം നമുക്ക് ഈ സ്റ്റീരിയോ തന്നെ വർക്കാവുന്നതാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇ വി ആയതുകൊണ്ട് നമുക്ക് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്പർ പ്ലേറ്റിൻ്റെ മുകളിലായിട്ട്, തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഫ്രണ്ട് ക്യാമറ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സൈഡിലെ ക്യാമറ വന്നിട്ട് 2 മിററുകളിലായിട്ട്, ലെഫ്റ്റിലെ റൈറ്റിലെ മിററിൻ്റെ അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട്, ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് ബാക്കിലത്തെ ഏറ്റവും ബാക്കിലെ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 4 ക്യാമറകൾ നമ്മൾ ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തു. ഉള്ളിൽ അതിൻ്റെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും അകത്ത് നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ ഈ രീതിയിൽ നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം 9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഓണാക്കുമ്പോൾ തന്നെ 360 ക്യാമറ 4 സൈഡുള്ള ആംഗിൾസ് ഇതിൽ കയറി വരും. ഇതിൽ വയർലെസ് കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാ ഫംഗ്ഷനും വരുന്ന ഒരു സിസ്റ്റമാണ്. നമുക്ക് ഈ രീതിയിൽ 360 വ്യൂ ഇതിൻ്റെ അകത്ത് ഈ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ആംഗിളായിട്ട് ഇതിപ്പോൾ വണ്ടിയുടെ ഈ ഒരു രീതിയിൽ 4 സൈഡും കിട്ടും. ഇലക്ട്രിക് എന്ന പെട്രോളിൽ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാ ഫംഗ്ഷൻസും പ്രോപ്പറായിട്ട് തന്നെ കിട്ടിക്കോളും. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻഡിക്കേറ്റർ ഇടുന്ന സൈഡ് കൂടെ കയറി വരും. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാൽ ലെഫ്റ്റ് സൈഡ് കയറി വരും. പിന്നെ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് അവിടെ കയറി വന്നോളും. ഇതിലുള്ള സ്റ്റിയറിങ്ങിൻ്റെ ഓഡിയോ കൺട്രോൾസ്, അതുപോലെ ഇവിടെ വരുന്ന ഈ ഒരു കൺട്രോളുകൾ, ഫാനിൽ വരുന്ന കൺട്രോൾ, ഇതെല്ലാം ഈ ക്ലസ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ, എല്ലാ കൺട്രോൾസും നമുക്ക് അതിൻ്റെ അകത്തിട്ട് കിട്ടും. പ്രോപ്പറായിട്ട് തന്നെ ഒരു വൃത്തികേടും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. വേറെ വയർ കട്ടിങ്ങോ വാറണ്ടി ആയിട്ടുള്ള ഇഷ്യൂ അങ്ങനെ ഒന്നും നമുക്ക് ഇതിൻ്റെ അത് വരുന്നില്ല. ഇതുപോലെയുള്ളൊരു സിസ്റ്റം നിങ്ങളുടെ വണ്ടിയിൽ, ഇലക്ട്രിക് വണ്ടി ആയിക്കോട്ടെ, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം അതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് തരാം. നമ്പർ ഇതിനകത്തുണ്ട്, നമ്മളെ കോൺടാക്ട് ചെയ്യുക, നമ്പർ കൊടുത്തോളാം. അപ്പോൾ താങ്ക് യു വെരി മച്ച്.